അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر صدق الله مولانا العظيم قال عن أبي هريرة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم الفطرة خمس من الفطرة قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ കരുണക്കടലായ പടച്ചുറപ്പ് അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് കാരുണ്യവാനായ പടച്ചുറപ്പ് നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ പടച്ചുറപ്പ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യുവാനുള്ള അവസരം അല്ലാഹു ഒരുക്കി തന്നു. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും കാരുണ്യവാനായ പടച്ചുറപ്പ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറകത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ കാരുണ്യവാനായ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം. അല്ലാഹു ആദരിച്ച മാസം. ഈ മാസത്തെ വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ മനുഷ്യനും നോക്കിക്കാണേണ്ടത് എന്ന് ഹദീസുകളും മഹത്തുക്കളും പഠിപ്പിച്ചു തന്ന മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും സർവ്വ ശർറു മുസീബത്തുകളും അല്ലാഹു എല്ലാം മാറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ബഹുമാനായ നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, ബഹുമാനായ മുസമ്മിൽ ഉസ്താദ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമായ സൂറത്തു യാസീൻ അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ മജ്ലിസിൽ അൽഹംദുലില്ലാഹ് സൂറത്തു യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ബഹുമാനിയായ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ കണ്ണിന് കുളിർമയുള്ള സ്വാലിഹായ സന്താനങ്ങൾ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അവസാനം ആ യാസീനിന്റെ ദുആയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം ചെയ്യാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിന് വലിയ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ഈ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ ദുആ ചെയ്തു. ജയിലിൽ കിടക്കുന്ന ഒരു സഹോദരൻ, 3 മക്കളാണ്. ഇന്നലെ നമ്മുടെ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്തു. ജയിലിൽ കിടക്കുന്ന ഒരു സഹോദരൻ 3 മാസക്കാലമായി ജയിലിലാണ്. ചെറിയ മക്കളാണ്. വാടക വീടിനകത്താ കഴിയുന്നത്. വളരെ പ്രയാസത്തിലാണ്. ജയിൽ മോചനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇന്നലെ ഈ സദസ്സിൽ വെച്ച് ഞാൻ ദുആ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഉസ്താദെ എൻ്റെ ഭർത്താവിന് ജാമ്യം കിട്ടി. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഈ മജ്ലിസിന്റെ ആ ഒരു മഹത്വം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ദുആ വസിയ്യത്തുകൾ നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മുഹറം മാസമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയൊക്കെ ഒരുപാട് ഖത്തം പ്രിയപ്പെട്ട സഹോദരിമാർ ഒരുപാട് പേര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 115ഓളം ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇന്ന് ദുആ ചെയ്യുന്നതിന് വേണ്ടി ആ ഖത്തത്തിന്റെ ദുആ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ അധികം സഹോദരങ്ങളും പലരും പറഞ്ഞു, ഉസ്താദെ മുഹറം 9ഉം 10ഉം അടുത്ത ബുധനും വ്യാഴവുമാണല്ലോ ഉസ്താദെ, അപ്പൊ അതുകൊണ്ട് അന്ന് ദുആ ചെയ്യുന്നതല്ലേ നല്ലത്. ഒരുപാട് പേർ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഖുർആൻ ഓതാൻ കഴിയുമല്ലോ. ഇൻഷാ അല്ലാഹ് മുഹറം 9ഉം 10ഉം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മുഹറം 10ന്റെ അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഖത്തമുൽ ഖുർആനിന്റെ ദുആ നമുക്ക് ചെയ്യണം. അല്ലാഹു ഈ മജ്ലിസ് അവൻ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നൊരു സന്തോഷമില്ലാത്ത എല്ലാവരും ഒന്ന് കയറിയിരുന്ന്, നിങ്ങൾ ഇറങ്ങിയിരിക്കണ എന്താ, ഒന്ന് കയറിയിരുന്നേ. ഷൗക്കണ്ണനെ ഇൻഷാ അല്ലാഹ് കയറിയിരിക്കണം. അൽഹംദുലില്ലാഹ്. നാസറിനെ കൊണ്ടല്ലോ എന്ന് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താ ഷഫീഖ, നീ അവിടെ ഇരുന്ന കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് കുറേ നാളുകളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആഴ്ചകളായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ചരിത്രങ്ങളും ആ ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഗുണപാഠങ്ങളുമാണ് ആഴ്ചകളോളം നാം പഠിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ
ഈ കടന്നു വന്ന ഓരോ പ്രവാചകന്മാർക്കും ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനെക്കാളും ശ്രേഷ്ഠതയുണ്ടെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞു, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. അള്ളാഹു ചിലരെക്കാലെ ചിലരെ വലിയ സ്ഥാനങ്ങളും പദവികളും കൊടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സ്ഥാനവും മഹത്വവും ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഒരേ സ്വരത്തിൽ പറയാൻ കഴിയും, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. കാരണം ലോകത്താദ്യമായിട്ട് അള്ളാഹു പടച്ച അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ആ ആദം നബി അലൈഹിസ്സലാമും പോലും അവിടുത്തെ ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. പലപ്പോഴും പ്രവാചകന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠതയും മഹത്വവും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ശ്രേഷ്ഠത എന്താണ്, ആ പ്രവാചകന് മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അള്ളാഹു കൊടുത്ത മഹത്വവും സ്ഥാനവും പദവിയും എന്താണെന്നാണ് നാം ഇന്നലത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്ത പദവി കൊടുത്ത പ്രവാചകനാരാ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നാളെ പരലോകത്ത് പടച്ചവനെ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ പരലോകത്തിന്റെ നേതാവാരെന്നറിയുമോ? ആദം നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല. പടച്ചവനെ എല്ലാവരും പരലോകത്തിന്റെ നേതാവാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രണ്ടാമതായിട്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂടി കഴിഞ്ഞാൽ അതാ ഖബർ പൊളിച്ചുകൊണ്ട് ഖബർ പിളർന്നുകൊണ്ട് സർവരും എഴുന്നേറ്റ് വരുമല്ലോ. ആരാണ് ലോകത്താദ്യമായിട്ട് കടന്നു വരുന്നത്? അതാ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്, അവരുടെ അനുയായികൾ എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാരെന്നറിയുമോ? ഞാനാണ് സഹാബാ. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകന് മുത്തുനബിയാ. നാലാമതായിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? സ്വർഗം തുറക്കുന്നതാരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അഞ്ചാമതായി പറയുന്നു, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ പാലമുണ്ടല്ലോ, ആ പാലം കടന്നുകൊണ്ട് ആദ്യമായിട്ട് കിടക്കുന്നതാരാ? ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളാണ്. പടച്ചവനെ, 50,000 വർഷത്തെ കയറ്റമാണ്, 50,000 വർഷത്തെ നിരപ്പാണ്, 50,000 വർഷത്തെ ഇറക്കമാണ്. പടച്ചവനെ, ദുനിയാവിൽ 50,000 വർഷമെന്ന് പറയുമ്പോ നമുക്കങ്ങനെ സാരമായി തോന്നുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരലോകത്തിലെ 1 മണിക്കൂറുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലെ 1 ദിവസമുണ്ടല്ലോ, ഈ ദുനിയാവിൽ
ദുനിയാവിൽ 50,000 വർഷത്തിനേക്കാൾ ദൈർഘ്യമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ആ പരലോകത്തിലെ ഒരു ദിവസത്തിന് ഈ ദുനിയാവിൽ 50,000 വർഷത്തിനേക്കാളും ദൈർഘ്യമുണ്ട്. അവിടുത്തെ ഒരു ദിവസമെങ്കില് അങ്ങനെ 50,000 വർഷമെന്ന് ചിന്തിച്ചു നോക്ക്. ആ സിറാത്ത് എന്ന് പറയുന്ന നീണ്ടുകിടക്കുന്ന പാലമുണ്ടല്ലോ, ആ ഭയാനകമായ പാലമുണ്ടല്ലോ, ആ പാലം കടന്ന് ആദ്യമായിട്ട് കടന്നു പോകുന്നത് ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ആറാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അൽ വസീല. വസീല എന്ന് പറയുന്ന സ്വർഗത്തിലെ ഉയർന്ന പദവിയുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ച റബ്ബ് കൊടുക്കുന്നതാ. ആ വസീല എന്ന് പറയുന്ന പദവിയുണ്ടല്ലോ, അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു തന്ന ആ വസീലയുടെ ദുആ ഉണ്ടല്ലോ, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രം കിട്ടുന്ന ഒരു പദവിയാണ് വസീല എന്ന് പറയുന്ന പദവി കൊടുത്ത് അല്ലാഹു ആദരിക്കുകയാ. ഏഴാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുത്തുനബിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏഴാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. കൗസർ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ, ആ കൗസർ, ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ അരുവികളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ആ ഹൗദുൽ കൗസർ ഏതെങ്കിലും ഒരു മനുഷ്യനാ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുവേ, ആ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കാൻ മുത്തുനബിക്ക് അല്ലാഹു അനുവാദം കൊടുക്കുമല്ലോ. ഏഴാമത്തെ ശ്രേഷ്ഠതയാണ്. എട്ടാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ച റബ്ബ് കൊടുക്കുന്ന എട്ടാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുക്കുന്ന എട്ടാമത്തെ ശ്രേഷ്ഠത എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്താണ് ശഫാഅത്ത് എന്നറിയുമോ? മുത്തുനബിയുടെ ശഫാഅത്ത് എന്താണ്? എട്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ശഫാഅത്ത്? എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് പ്രവാചകൻ ശഫാഅത്ത് ചെയ്യുന്നത്? 3 സ്വലാത്ത് പറഞ്ഞ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശഫാഅത്തിൻ്റെ ഗൗരവം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പരലോകത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പരലോകത്തിൻ്റെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്തിരുന്നു കൊണ്ട് മുത്തുനബിയുടെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ മദീനത്ത് പോകുന്നവർക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വീടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് ഇന്ന് നാം പോകുമ്പോൾ കാണുന്ന
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ്, അതായിരുന്നു പ്രവാചകന്റെ വീട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന അത്രയും സ്ഥലം. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്നു കൊണ്ട് പ്രവാചകന്റെ നസീഹത്തുകളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രവാചകന് പരലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. വല്ലാതെ കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി ആയിഷ, നീ എന്തിനാ കരയുന്നേ, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, നബിയേ, അങ്ങ് പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പേടിച്ച് കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയതാ. അവിടുന്ന് പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ആ പരലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചിട്ട് കരഞ്ഞു വീണു പോയതാണ്, തളർന്നു പോയതാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു. വല്ലാത്ത സ്നേഹം. ഭാര്യ ഒന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. പ്രവാചകൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കരഞ്ഞപ്പോ എടുത്തിങ്ങനെ മടിയിൽ വെച്ചിട്ട് അവിടുത്തെ കണ്ണുനീര് തുടച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആരാ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ അതാ മനസ്സിലാക്കേണ്ടത്, അതാ സ്നേഹം. നമ്മുടെ ഭാര്യമാരെങ്ങാണം കരഞ്ഞ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെങ്ങാണം ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുവാനോ സമാധാനിപ്പിക്കുവാനോ നമുക്ക് ആർക്കെങ്കിലും തോന്നുമോ? എന്താ എല്ലാവരും എന്നെ നോക്കി ചിരിക്കണേ, എന്താ നാസറിന്റെ തോന്നുമോ? നമ്മുടെ ഭാര്യയെങ്ങാണം കരഞ്ഞ, അല്ലേ ഉപാഷിക്ക, നമ്മുടെ ഭാര്യയെങ്ങാണം കരഞ്ഞ നമ്മൾ സമാധാനിപ്പിക്കുന്നത് പോയിട്ട് ചോദിക്കുക, എന്ത് നീരുന്ന് മോങ്ങണത്, എന്താ നിനക്ക് പിന്നെയും ദേഷ്യവാ? ഏത് ഭർത്താവാ സമാധാനിപ്പിക്ക? റഫീഖാക്ക, അഭിപത്തൊന്നും കേൾക്കണ്ട. ആരാപ്പ നമ്മൾ സമാധാനിപ്പിക്കുക? അതാണ് ഇത്ര വലിയ വാശയും ദേഷ്യയും. ഇത്രയൊക്കെ ആണെങ്കിലും ഭാര്യയുടെ കണ്ണുനീര് കണ്ടാൽ തീർന്നു പോകുമല്ല. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കിയത് ആരുടെ ചരിത്രമാണ്? ഏതെങ്കിലും ഒരു സിനിമ സൂപ്പർ സ്റ്റാറിന്റെ ചരിത്രമൊന്നുമല്ല. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേര് എന്തോ പറഞ്ഞിട്ട് പിണങ്ങി. പിണക്കം അവിടെയുമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്നേഹമുള്ളിടത്തെ പിണക്കമുണ്ടാവും. ഇനി ഭാഷക്ക, സ്നേഹമുള്ളിടത്തെ എന്തുണ്ടാവത്തുള്ളൂ? പിണക്കമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മലക്കൊന്നുമല്ലല്ലോ. അവിടെയും പ്രശ്നമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും പ്രവാചകനും തമ്മിൽ എന്തോ പറഞ്ഞിട്ട് പിണങ്ങി. അവരുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ മാത്രമേ പിണക്കമുള്ളൂ, എന്നും അടിയും ബഹളവാണെന്ന്. പടച്ചോനെ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. അടിയും വഴക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പ്രാവശ്യം അടി കൂടിയിട്ടുണ്ടെന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ കൊണ്ടുവന്ന കറിയും പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ കാലിച്ചേക്ക് പ്രവാചകന്റെ കയ്യിൽ നിന്ന് വലിച്ച് കറിയും പാത്രവും എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു മനുഷ്യനാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഖലീഫയോട് പരാതി പറയാൻ വന്നതാ. ഇപ്പൊ നോക്കിയാലും പെണ്ണുപിള്ളയുടെ പീഡനം പെണ്ണുങ്ങൾ മാത്രമേ പറയാത്തുള്ളൂ. പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു. ആണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പാവങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. നിയമങ്ങൾ മുഴുവനും പെണ്ണുങ്ങളുടെ ഭാഗത്താ. എന്ത് ചെയ്താലും അവരുടെ ഭാഗത്ത്. എന്നിട്ട് അവർ പോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. ഈ പാവപ്പെട്ട ഭർത്താക്കന്മാരെ പീഡിപ്പിക്കണ എത്ര പെണ്ണുങ്ങളുണ്ടെന്നറിയോ? അപ്പൊ ഒരാളിങ്ങനെ ഈ പീഡനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നേരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കാൻ നേരെ ഉമർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നു. രാത്രി തൻ്റെ ഭാര്യയുടെ പീഡനത്തെക്കുറിച്ച് പരാതി പറയാൻ വീടിന്റെ മുമ്പിൽ ഉമർ തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട്, പടച്ചോനെ ഈ മനുഷ്യൻ അങ്ങ് തിരിച്ചു പോവാ. എന്താണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനകത്ത് ബദർ യുദ്ധം നടക്കുക. ഭാര്യ ഉമർ തങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക.
ഉമർ തങ്ങളുടെ വീടിനകത്ത് ഭാര്യ ഉമർ തങ്ങളുമായിട്ട് ഭയങ്കര വഴക്ക്. ഈ സാധുവായ മനുഷ്യൻ ഇങ്ങനെ വീടിന്റെ പുറത്തു വന്ന് ഇങ്ങനെ നിന്നു. അല്ലാ പടച്ചോനെ ഒന്നുമില്ല, ഈ മനുഷ്യനങ്ങ് തിരിച്ചുപോയി. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഇറങ്ങി പോകുന്നുണ്ടപ്പോ ചോദിച്ചു, ചങ്ങായി എന്തിനാ വന്നേ? ഒന്നുമില്ലപ്പാ. എന്തിനാ നീ വന്നേ? എന്റെ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി വന്നതാ. ഇവിടെ വന്നപ്പോ പടച്ചോനെ പറയാൻ തോന്നുന്നില്ല, കാരണം ഇത് വെച്ച് നോക്കുമ്പോ അത് എത്രയോ ഒരു സാരവാ. അപ്പൊ എല്ലാവരുടെ ചരിത്രത്തിലുമുണ്ട്. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിണങ്ങി. നമ്മുടെ പോലെ മാസങ്ങളൊന്നുമില്ല പിണക്കം, അതിനൊക്കെ സമയമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പിണക്കമായപ്പോ രണ്ടുപേരും മിണ്ടാതായപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണല്ലോ, അവിടുത്തെ സഹചാരിയാണല്ലോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒന്ന് അമ്മായപ്പന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വാപ്പയുമാണ്, അതുമാത്രമല്ല പ്രവാചകന്റെ കൂട്ടുകാരനുമാണ്. അപ്പൊ മകളുമായിട്ടുള്ളൊരു കുടുംബ വഴക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വന്നു നിന്നപ്പോ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോ ചെറിയ വിഷയമായിരുന്നു, ചരിത്രം എനിക്ക് ഓർമ്മയില്ല, എന്തോ വിഷയം. അപ്പൊ ഇങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ എന്താ നിനക്ക് പറയാനുള്ളത് എന്താച്ചാ പറഞ്ഞു. അങ്ങനെ ആദ്യം അവിടെ പരിഗണന കൊടുത്തേ. നമ്മളങ്ങനല്ല, പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാർക്കും പെണ്ണുമ്പിള്ളയ്ക്കും വേണ്ടിക്കൂടാ, നമ്മൾ പറയാം ആദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അങ്ങോട്ട് പറയാൻ തുടങ്ങി. വാപ്പയല്ലേ, ഇത്തിരി സ്വാതന്ത്ര്യം കൂടിപ്പോയി. വാപ്പാനോട് ഇങ്ങനെ പരാതി പറയുമ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞു. പറഞ്ഞ ഉടനെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തൊരൊറ്റ അടി. പാപ്പയല്ലേ, മുത്തുനബിയെ കുറിച്ച് എന്തോ ഒന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് ഒരെണ്ണം കൊടുത്തു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകളായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തടിച്ചു. ഭർത്താവിന്റെ മുന്നിൽ വെച്ചോണ്ട് വാപ്പ തല്ലി. പടച്ചോനെ, ആയിഷ ബീവി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആയിഷ ബീവിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ ആയിഷ ബീവി മുഖം പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിണങ്ങിയിരിക്കുക. പക്ഷെ ഭാര്യ കരഞ്ഞപ്പോൾ സഹിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണം. എൻ്റെ ഭാര്യയെ തല്ല ആരാ പറഞ്ഞെന്ന് ചോദ്യം മാറി പോയി, കൈവിട്ടുപോയി. അവിടെ നിന്ന് എടുത്തു വെച്ച ചോദ്യം മധ്യസ്ഥ പറയാമെന്നാ പറയാൻ വരണം. എൻ്റെ ഭാര്യ എന്തിനാ അടിച്ചേ? പടച്ചോനെ, ആകെ ഇത്രയേ ഉള്ളൂ സഹോദര. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്തു പിടിച്ചു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം. അങ്ങനൊന്നും തീരാത്ത ചില കാലന്മാരുണ്ട്. പടച്ചോനെ, എന്താണെന്നറിയില്ല. ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരി നിരകണ്ണുകളോടെ സ്ഥിരമായി ഞാനിപ്പോൾ പ്രസംഗിക്കുന്നതും കേൾക്കുന്നുണ്ടാകും. ഉസ്താദേ, നിങ്ങളുടെ വയൽ എല്ലാ ദിവസവും കേൾക്കും, എൻ്റെ ഭർത്താവ് എനിക്കൊരു വേലക്കാരിയുടെ പരിഗണന പോലും തരൂല്ല. അദ്ദേഹത്തിൻ്റെ വസ്ത്രം തേക്കണം, ഭക്ഷണം നോക്കണം, വീട് നോക്കണം, മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പി കൊടുക്കണം, മക്കളെ നോക്കണം, എല്ലാം ഉണ്ട്. ഒരു വേലക്കാരിയുടെ പരിഗണന പോലും, ഭക്ഷണം കഴിച്ചോ സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല. എത്രയോ കാട്ടാടന്മാർ. അതാണ് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെക്കാരും അധപ്പതിച്ചു പോയവൻ. നാട് നീളെ കടന്ന് പെണ്ണ് കെട്ടിയിട്ട് പടച്ചോനെ ചെലവിന് കൊടുക്കാത്ത എത്രയോ വ്യക്തികളുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് കുടിക്കുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭാര്യമാരെന്തായിരിക്കും? പഠിച്ചെന്നരച്ചിക്ക് എത്ര വലിയ ഭാഗ്യവതികളാ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്കൊക്കെ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? വല്ല ഓർമ്മയുണ്ടോ? കഥ കേൾക്കാൻ നല്ല രസമുണ്ടില്ലേ? കൊള്ള ഉസ്താദെ, പറ ഉസ്താദെ, പെണ്ണുപിള്ളമാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനല്ല അല്ലേ? പെണ്ണുപിള്ളമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റൂല. ചെല്ലുമ്പോൾ ആമിനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ഷാജിക്ക പ്രസിഡൻ്റൊക്കെ ആയിരിക്കും പള്ളിയിലെ. വീട്ടിൽ ചെല്ലുമ്പോൾ അക്ക ഒരു നോട്ടം നോക്കും. കേട്ടില്ലേ ഇമാമ് പറഞ്ഞത് എന്ന് നോക്കേണ്ട വരും. കാരണം എന്താ, ചില കാര്യങ്ങൾ അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ എത്ര ഭാഗ്യവതി എന്നറിയോ? നമ്മളെപ്പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? ഇതിനെക്കാലം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എണ്ണേ. ചിരിച്ചോ, അക്കാമാരൊന്നും കേൾക്കരുത്. അല്ലാഹു അലം. അല്ലാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്നെ വലിയ സ്നേഹമാണോ? പിന്നെ എന്താ സ്നേഹം ആയിഷ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ. ഒരൊറ്റ ചോദ്യം ചോദിച്ചു. പ്രവാചകൻ ചിരിക്കുന്നുണ്ട്.
കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്നോട് വല്ലാത്ത സ്നേഹമാണോ ആയിഷ? എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ, നിന്നോട് വല്ലാത്ത ഇഷ്ടമാ. ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? ഈ സ്നേഹം എന്നോടുണ്ടാകുമോ നബിയേ? ആ പരലോകത്ത് വെച്ച് എന്നെ കണ്ടാ തിരിച്ചറിയുമോ? എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്റെ മുഖമൊക്കെയങ്ങ് വിവർണമാവുകയാണ്. അവിടുന്ന് ചുമന്നു തുടുക്കുകയാണ്. മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ അവിടുന്ന് ഇങ്ങനെ ഒഴുകുകയാ. റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാണ്, മുത്തുനബി ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? ആയിഷ, അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് നിനക്കറിയില്ലേ ആയിഷ? അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് നിനക്കറിയില്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ജന്മം കൊടുത്ത വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പിറപ്പോ കുടുംബക്കാരോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും മറ്റൊരാളെ സഹായിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ സിറാജ് എത്തിക്കഴിഞ്ഞാൽ എന്റെ വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, ഒരാളും എന്നെ കണ്ട പരിചയം കാണിക്കൂല, ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കൂല, ഒരാൾ പോലും എന്നെ സഹായിക്കില്ല. അങ്ങനെയുള്ള 3 സ്ഥലങ്ങളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നബി അവിടെ നിന്ന് പറയുന്ന ഒരാളും തിരിഞ്ഞു നോക്കില്ല, ഒരാളും കണ്ട പരിചയം കാണിക്കൂല. അങ്ങനെയുള്ളത് അതാ, അങ്ങനെയുള്ള 3 സമയങ്ങളുണ്ടെന്ന് നബാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്താണ് മുത്തുനബിക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നെല്ലാവരും നമ്മളെ കൈയൊഴിയുമല്ലോ, ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കൂല, ഒരാളും നമ്മളെ സഹായിക്കൂല, എല്ലാവരും കൈയൊഴിയുകയാണ്. ആ ദിവസത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത്. ശഫാഅത്തുൽ കുബ്റാ, ഏറ്റവും മഹത്തായ ശുപാർശ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ശഫാഅത്തിനെ കുറിച്ച് അവിടുന്ന് ചരിത്രം പറയുകയാ. ലോകാരംഭം മുതൽ ലോക അവസാനം വരെയുള്ള സൃഷ്ടികളെല്ലാം സമ്മേളിക്കുന്ന
വരുന്ന മഹ്ശറയുണ്ടല്ലോ, ആളുകളെല്ലാവരും അനിശ്ചിതാവസ്ഥയിൽ ദീർഘകാലം ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്ന പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ, തങ്ങളുടെ വിചാരണയെ കുറിച്ച് യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് അവനവന്റെ കാര്യമോർത്തിട്ട് നിലവിളിക്കുന്ന പടച്ചറബിന്റെ ആ ഭയാനകമായ കോടതിയുണ്ടല്ലോ, ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ അവിടെ നിന്നൊരു തീരുമാനമെടുക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശഫാഅത്ത് കിട്ടുന്നതിന് വേണ്ടിയാ ഞാനും നിങ്ങളും ദുആ ചെയ്യത്. ആ പ്രവാചകന്റെ ശഫാഅത്തിന് വേണ്ടിയല്ലേ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ദുആ ചെയ്തത്. അൽ വസീലത വൽ ഫളീല വദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ الذي وعدta وارزقنا شفاعة يوم القيامة. പടച്ചവനെ ഞാനും നിങ്ങളും ആ ശഫാഅത്ത് കിട്ടുന്നതിന് വേണ്ടിയല്ലേ ദുആ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഇന്ന ശംസ തദ്നു യൗമൽ ഖിയാമ ഹത്താ യബ്ലുഗൽ ഖർഖു നിസ്ഫൽ ഉദ്നി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് തീർച്ചയായും സൂര്യനും മനുഷ്യന്റെ അടുത്ത് വരുന്നതാണ്. വിയർപ്പൊലിച്ചവന്റെ ചെവിയുടെ പകുതി വരെ എത്തിയിട്ടുണ്ടാകും. ഈ ചെവിയുടെ പകുതി വരെ അവന്റെ വിയർപ്പിങ്ങനെ ഒഴുകിയെത്തുകയാണ്. എല്ലാവരും അവിടെ ഭയന്നുകൊണ്ട് നടക്കുകയാണ്. ആ ഭയാനകമായ ദിവസത്തില് ചെയ്തുപോയ പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിന്റെ കത്ത് മുങ്ങുന്ന ദിവസമാണ്. എല്ലാവരും ഓടുകയാണ്. മഹാനായ അബുൽ ബശർ ആദൻ നബി അലൈഹിസ്സലാം ആദൻ നബിയുടെ മുന്നിൽ പോയിട്ട് പറയുന്നു, വാപ്പാ അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് റൂഹ് ഊതിയത്, വാപ്പാ നിങ്ങളെ സ്വർഗത്തിലല്ലേ താമസിച്ചത്, ഞങ്ങളുടെ ഉപ്പയല്ലേ ആദ്യത്തെ മനുഷ്യനല്ലേ, ഞങ്ങളെ സഹായിക്കുമോ, ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുമോ? ആദൻ നബിയുടെ മുന്നിൽ എല്ലാവരും പോയി കിടന്ന് യാചിക്കുകയാണ്. ആദൻ നബി നൂഹ് നബിയെ കാണിച്ചു കൊടുക്കുകയാ. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ, ഏറ്റവും പ്രായം കൂടിയ പ്രവാചകൻ പടച്ചവനെ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ ചെന്നിട്ട് പറയുന്നു, നബിയേ 950 വർഷക്കാലം രാവും പകലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ നടന്ന പ്രവാചകനാണ്, ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുമോ? നൂഹ് നബി മൂസാ നബിയെ കാണിക്കുകയാ, മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ, ഇബ്രാഹിം നബി ദാവൂദ് നബിയെ കാണിക്കുകയാ. പടച്ചവനെ ഓരോ പ്രവാചകന്മാരും കൈയൊഴിയുകയാണ്. അവസാനം എല്ലാവരും കൂടെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥലത്ത് ചെല്ലുകയാണ്. മുത്തി നബിയോട് അവിടെന്ന് പറയുന്നു, നബിയേ ഞങ്ങളെ കൈവിടല്ലേ നബിയേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയേ. എല്ലാവരും മുത്തി നബിയുടെ ചാരത്ത് ചെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാണ്, ഒരു ദീർഘമായ ഹദീസിന്റെ അവസാനം ആളുകൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫഅന്തലിഖൂ ഫാതി തഹ്തൽ അർശി ഫഅഖഅ സാജിദാ ലിറബ്ബി സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രവാചകന്മാരും കൈയെടുന്ന് കഴിഞ്ഞപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് അവിടെ യാചിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെ പോവുകയാണ്, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ എത്തുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹു പറയുന്നു, നബിയേ എഴുന്നേക്ക്, നബിയേ എഴുന്നേക്ക്, നബിയേ വിചാരണ ചെയ്യാൻ സമയമായി, നബിയേ എഴുന്നേറ്റ് മാറി, നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നില്ല. അല്ലാഹുവേ എന്റെ ഉമ്മത്തിനാരുമില്ല, അല്ലാ എന്റെ സമുദായത്തിനാരുമില്ല, എന്റെ പാവപ്പെട്ട അനുയായികൾക്ക് ആരുമില്ല. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ഞാൻ എഴുന്നേക്കില്ല, അല്ലാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെന്ന് പറയുകയാ, ഫയഖൂലു ബികാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറയുന്നു, സുമ്മ യുഖാലു യാ മുഹമ്മദ് ഇർഫഅ റഅസക സലതുഅതഹു അസ്ഫഅ തുശഫിഅ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ എഴുന്നേക്ക്, നബിയേ സുജൂദിൽ നിന്ന് എഴുന്നേക്ക്, നബിയേ അങ്ങക്ക് ഇഷ്ടമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടാൻ അല്ലാഹു അവകാശം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും പോകും, ആദൻ നബിയുടെ മുന്നിൽ പോകുമ്പോൾ ആദൻ നബി ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നല്ല പറയുന്നത്, മക്കളെ എൻ്റെ കാര്യം തന്നെ വലിയ കഷ്ടത്തില്ല, ദോ ഇരിക്കുന്നു 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബി പൊക്കോ. അവിടെ ചെല്ലുമ്പോൾ നൂഹ് നബി പറയും, എൻ്റെ കാര്യം പറ്റൂല, ഞാൻ തന്നെ പേടിയില്ല, ദോ ഇരിക്കുന്നു മൂസാ നബി. മൂസാ നബിയുടെ ചാരത്തിൽ മൂസാ നബി പറയും, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തന്നെ ഇന്നറിയില്ല, ഇതായിരിക്കുന്നു ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയുടെ ചാരത്ത് ചൊല്ലും. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും തട്ടി 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 അവസാനം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ പ്രവാചകൻ എല്ലാവരും കൂടെ വന്ന് അവിടെ നിന്ന് പറയുമ്പോൾ നേരെ അള്ളാഹുടെ മുന്നിൽ പോയിട്ട് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ പോയിട്ട് സുജൂദി കിടക്കും. കാര്യം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാ പണ്ടുള്ളവരെന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്യല. അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. എൻ്റെ പ്രിയപ്പെട്ട, അപ്പൊ സുജൂദിൽ ഇങ്ങനെ കടക്ക, നബിയെ എഴുന്നേക്ക്, വിചാരണ ചെയ്യാൻ സമയമായി, എഴുന്നേക്ക് വിചാരണ ചെയ്യട്ടെ. ഇല്ല അല്ലാ, ഞാൻ എഴുന്നേക്കില്ല പടച്ചവനെ. അള്ളാഹുവെ ഞാൻ എഴുന്നേക്കില്ല അല്ലാ, എൻ്റെ ഉമ്മത്തിന് ആരുമില്ല അല്ലാ, ഞാനേ ഉള്ളൂ പടച്ചവനെ. ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം വേണം. അവസാനം അല്ല പറയും, നീ എഴുന്നേക്ക്, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുത്തോ, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹു കൊടുക്കും. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നത്? ഒന്ന്, മഹ്ശറയിൽ വെച്ച് വിചാരണ ചെയ്യാൻ തീരുമാനമെടുക്കുന്നതിനായിട്ടുള്ള ശഫാഅത്ത്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് അതാണ് ശഫാഅത്തുൽ കുബ്ര. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അവിടെ നിന്ന് ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു അവകാശം അല്ലാഹു കൊടുക്കും. 2, സ്വർഗപ്രവേശനം ലഭിച്ചവർക്ക് സ്വർഗത്തിൽ കടക്കുവാനുള്ള ശഫാഅത്ത്. പല രീതിയിലാണ് ശഫാഅത്ത് ഉള്ളത്. ഒന്ന് വലിയ ശഫാഅത്ത്, അല്ലാഹു ആ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുന്നവർ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു ഈ മൈക്ക് മാറാൻ സമയമായിട്ടാ. ഇത് തറയി വീണതാണെന്ന് തോന്നുന്നു. ഇത് ഒരു സൈഡ് ചളങ്ങിയിട്ടില്ലേ? മനുഷ്യന്മാർ തന്നെ വീണാ പോകുന്നു, പിന്നല്ലേ ഒരു മൈക്ക്. ശരി, അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തിയ ബാബൽ ജന്നതി യൗമൽ ഖിയാമ
فأستفتح فيقول الخازن من أنت فأقول محمد فيقول بك أمرت لا أفتح لأحد قبلك. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വർഗത്തിന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു ചെന്നിട്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ മുട്ടുകയാണ്. സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ ഇങ്ങനെ വിളിക്കുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, ആരാണ് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടുന്നത്, ആരാണെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാ, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അപ്പോഴാണ് റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് പറയുന്നത്, എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, താങ്കൾക്ക് മുമ്പ് ആർക്ക് വേണ്ടിയും ഇത് തുറക്കപ്പെട്ടിട്ടില്ല. അല്ലാഹുവേ, സ്വർഗത്തിന്റെ കവാടം അങ്ങ് തുറന്നു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വർഗത്തിന്റെ അകത്തേക്ക് കടക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ശഫാഅത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഫയുഖാലു യാ മുഹമ്മദ് അദ്ഖിലിൽ ജന്ന മിൻ ഉമ്മത്തിക മൻ ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന വഹും ശുറകാഉൻ നാസ് ഫീമാ സിവാ ദാലിക മിനൽ അബ്വാബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഓ മുഹമ്മദ്, താങ്കളുടെ ഉമ്മത്തുകളിൽ ആരുടെ മേലിലാണോ വിചാരണയില്ലാത്തത് അവരെ സ്വർഗ കവാടങ്ങളിൽ നിന്ന് വലതുഭാഗത്തുള്ള കവാടങ്ങളിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുത്തു കഴിയുമ്പോ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിക്കുകയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ആ സമയത്ത് പറയുന്നു, ഇന്ന വാതിലിലൂടെ അവര് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നോ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ സ്വർഗത്തിന്റെ അകത്തേക്ക് കടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മൂന്നാമത്തെ വിഭാഗം സ്വർഗത്തിലേക്ക് കടന്നു. പിന്നെ ഒരു ശഫാഅത്തുണ്ട്, നരകത്തിൽ പ്രവേശിക്കേണ്ട ചിലരെ അതിൽ പ്രവേശിപ്പിക്കാതെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത്. അല്ലാഹുവേ, നരകത്തിന്റെ അവകാശികളാണ്. അല്ലാഹു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ശഫാഅതി ലഅഹ്ലിൽ ഖബായിരി മിൻ ഉമ്മതി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ സമുദായത്തിലെ വൻദോഷികൾക്കുള്ളതാണ് എന്റെ ശഫാഅത്ത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്. പടച്ചവനെ, കുറ്റബോധമുണ്ടായിരുന്നു, ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ കുറിച്ച് സങ്കടമുണ്ടായിരുന്നു. അങ്ങനെ പാപം ചെയ്തവർക്കുള്ള ഒരു ശഫാഅത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അഞ്ചാമത്തെ ശഫാഅത്ത് ഏതെന്നറിയുമോ? നരകത്തിന്റെ അകത്ത് പെട്ടുപോയവരെ രക്ഷപ്പെടുത്തല്. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ അകത്ത് പെട്ടുപോയവരുണ്ട്, അതിനകത്ത് കടന്ന് ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. അവർ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലേക്ക് കടത്തുകയാ. അങ്ങനെയും ശഫാഅത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ നരകത്തിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത്. ആറാമത്തെ ശഫാഅത്ത് എന്തെന്നറിയുമോ? നരകത്തിന്റെ അകത്ത് കടന്ന് ശിക്ഷ അനുഭവിക്കുന്നവരോട് അവരുടെ ശിക്ഷ നീയൊന്ന് ലഘൂകരിച്ചു കൊടുക്കണേ അല്ലാ. അങ്ങനെ
ഒരു ശഫാഅത്ത് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ ഒരുപാട് രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുത്തുനബിയുടെ മഹത്വമാണ്, മുത്തുനബിയുടെ മഹത്വമാണ് ഈ ഹദീസിലൂടെ ഞാനും നിങ്ങളും പഠിക്കുന്നത്. പക്ഷേ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ആ പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ആ പ്രവാചകനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, ആ പ്രവാചകനോടുള്ള സ്നേഹം എന്തെന്നറിയുമോ? ആ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കലാ. ആ പ്രവാചകൻ ആരാണെന്ന് പഠിക്കണം. ആ പ്രവാചകന്റെ ജീവിതം എന്താണെന്ന് പഠിക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പ്രവാചകൻ എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ അത് ചെറുതോ വലുതോ എന്ന് നോട്ടമില്ല. ആ പ്രവാചകനോടുള്ള ഏറ്റവും വലിയ മഹബത്തിന്റെ അടയാളം മുത്തുനബിയെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാ. അള്ളാഹു ആ സ്നേഹം നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. അള്ളാഹു ആയാലും അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാൾക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ഉള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം ആ മനുഷ്യൻ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ സുന്നത്ത്? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതെങ്കിലും ഒരു സുന്നത്ത് ജീവിതത്തിൽ നിത്യമായി മുറുകെ പിടിക്കുന്ന ഒരെണ്ണം പറഞ്ഞ് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ പോളെ? താടി വളർത്തുന്നുണ്ട്. സ്വലാത്ത് പറയുന്നത് സുന്നത്തല്ലല്ലോ, അത് നമ്മുടെ കടമയില്ലേ. എന്നപ്പോൾ ഒരു സുന്നത്ത് പറ. താടി വളർത്തുന്നുണ്ടില്ലേ? അൽഹംദുലില്ലാ. വളർത്തി ഒന്നുമില്ല. ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കല നല്ലത്. നമ്മൾ വളർത്തി ആർക്കാ? താടിയുള്ള ഒരാളെങ്കിലും ഉണ്ടോ? അപ്പോൾ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് മദർലാൻഡിൽ ഇക്കായിക്കൊണ്ടില്ലേ? നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ വല്ലതും തുടങ്ങിയ? അല്ല, മദർലാൻഡ് എന്ന് പറഞ്ഞ് എന്നിട്ട് ഡ്രൈവിംഗ് നമ്മളിങ്ങനെ വണ്ടി വരുമ്പോൾ ഒരു മദർലാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ചനെ ഈ ചങ്ങാതി ചെരുപ്പാടയൊക്കെ നിർത്തിയിട്ട് ഇപ്പം തുടങ്ങിയത്. ശരി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. സുന്നത്ത് നിസ്സാരമായി പോയി നമുക്കതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലാകുന്നില്ല. ഒരു ഏറ്റവും ഉദാഹരണം, ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. നഖം വെട്ടിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നഖം വെട്ടുക എന്ന് പറയും, നമുക്കതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവത്തില്ല. നഖം വെട്ടുന്ന വിഷയത്തിൽ നമ്മൾ വളരെ പുറകിലോട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു വലിയ മഹത്വം നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ കൈയുടെ നഖത്തിനടിയിൽ കയറി ഇബിലീസ് പാത്തിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ നഖത്തിനടിയിൽ ഇബിലീസ് കയറി ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. ചിലരുടെയൊക്കെ നഖം കാണണം ചെവിക്കകത്ത് കഴിഞ്ഞിട്ട് കറക്കാൻ വേണ്ടിയൊക്കെ തലചൊറിയാൻ നീളത്തിൽ വളർത്തിയിട്ട് നടക്കുന്നവരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നഖം വെട്ടുന്നതിന് ചില മര്യാദകളുണ്ട്. അറിയോ? ചുമ്മാതെ വെട്ടുക, വെട്ടലൊന്നുമില്ല, തീറ്റയാണ്. പഠിച്ചവനെ വിശന്നിട്ട് കടിച്ചതി ഇങ്ങനെ കടിക്കുന്നവരുണ്ട്. കടിച്ചു മുറിക്കുക, അതിൻ്റെ കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെയാണ് നഖം വെട്ടേണ്ടത്. മനുഷ്യ ശരീരത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നഖം, ഇല്ലേ? എത്ര വെട്ടിയാലും വളർന്നുകൊണ്ടേയിരിക്കും. ആ നഖത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നഖത്തിൻ്റെ വിഷയത്തിൽ പൊതുവെ ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള മസലകളാണ്. പല മസലകൾ അതിനെക്കുറിച്ച് പല വ്യത്യസ്തമായിട്ട്. അതുപോലെ തന്നെ ചിലരുടെ നഖം, ചിലർക്ക് പെട്ടെന്ന് നഖം വളരും, ചിലർക്ക് താമസിച്ച് വളരുകയുള്ളൂ. അപ്പം ഇതെങ്ങനെ, ആഴ്ചയിലാണോ മാസത്തിലാണോ ദിവസത്തിൽ വെട്ടണോ? ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മളിൽ പലർക്കും ഒരു വലിയ കൃത്യമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വൃത്തിയമല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വൃത്തിയെ നമ്മളെ പോലെ വൃത്തിയുള്ള ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടോപ്പാ? പടച്ചോൻ എന്തെല്ലാം 5 നേരം നല്ലതുപോലെ കുളിക്കണം, നല്ലതുപോലെ ഒളുവെടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ, നല്ല വസ്ത്രം ധരിക്കണം. പടച്ചോനെ ഇപ്പോഴല്ലേ കൈകഴുകലും സാനിറ്റൈസിംഗ് ഒക്കെ വന്ന്, നമ്മളെപ്പം മുതലേ 5 വക്കത്തില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഒളുവോടുകൂടി നടക്കുന്ന മനുഷ്യൻ, ശുദ്ധിയായി നടക്കുന്ന മനുഷ്യനെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് ശുദ്ധിയായിട്ട് നടക്കുന്നവൻ. അതുകൊണ്ട് ഈ ജനാപത്ത് കുളിയൊക്കെ ഉള്ളവർ വളരെ ഗൗരവത്തിൽ, ജനാപത്ത് കുളി നീട്ടാൻ പാടില്ല എന്നാണ്. രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു, രാത്രി എഴുന്നേറ്റ് കുടിക്കണം. ഇപ്പൊ രാവിലെ ആവട്ടെ, രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര തണുപ്പ്, അപ്പൊ പിന്നെ ഇല്ല പടച്ചോനെ, പിന്നെ ഇനിയിപ്പം മക്കൾക്ക് ആഹാരം ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നാസ്ത ഉണ്ടാക്കണം, നാസ്ത ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇനി ഉച്ചയ്ക്കുള്ള ചോറ് വെക്കണം. അവസാനം ളുഹർ വരെ നീട്ടിക്കൊണ്ടുപോകും. അള്ളാന്റെ മലക്കുകളുടെ ശാപം കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനെ നീട്ടിപ്പോ നമ്മൾക്കങ്ങനെ ശുദ്ധിയുടെ വിഷയം. ഒരാൾ എപ്പോഴും മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശുദ്ധിയുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. അവരുടെ കൂടെ നടക്കും മലക്കുകൾ, അവർക്ക് വലിയ ഇഷ്ടമാണ്. അതാണ് അത്തറൊക്കെ തേച്ച് നടക്കണം അല്ല എപ്പോഴും. അൽഹംദുലില്ലാ, നമ്മൾ അത്തറല്ല അടിക്കണം, മറ്റേ സാധനം എന്താപ്പാ സ്പ്രേ അല്ലേ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അത്ര വലിയ മഹത്വമുള്ള കാര്യമാണ്. അത്ര ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്ന് ചെയ്യാൻ പാടില്ല. തിരുത്ത ചോദിക്കരുത്. ഈ പണ്ടുള്ളവരൊക്കെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുപ്പി അത്ര ഇങ്ങനെ കൈമാറുന്ന കാണാം. എല്ലാവരും റാത്തീബിന്റെ മജ്ലിസുകളിലൊക്കെ കാണാം, ഇല്ലേ? ഇങ്ങനെ കൊടുക്കും എല്ലാവരും. അത്ര ചോദിച്ചു വാങ്ങാനുള്ളതല്ല, അത് മനസ്സറിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം. അൽഹംദുലില്ലാ, പലരും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ കൊടുക്കുന്ന കാണാം. എല്ലാവരും അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ 6 അടി മണ്ണിൽ അള്ളാഹു സുഗന്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ ഈ നഖം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിക്കണം ഇൻഷാ അല്ലാഹ്. മസലകളൊക്കെ നല്ലപോലെ പഠിക്കണം. മസലകൾ എന്ത് മദ്ഹബ് എന്ത് ഇപ്പം ഇല്ല. ചിലർക്ക് മസലയില്ല, മദ്ഹബും ഇല്ല, ഒന്നുമില്ല, മഹാന്മാരും ഇല്ല, ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്ന് കറക്റ്റായിട്ട് വെള്ളിയാഴ്ച ദിവസം ഒരു പ്രസംഗം നടത്തണം. എന്താ മദ്ഹബ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾക്കിപ്പോൾ മദ്ഹബൊന്നുമില്ല. രാവിലെ ഒരു പള്ളിയിൽ പോകണം, കുനൂത്ത് കൊണ്ട് അവിടെ നിസ്കരിക്കും. ളുഹറിനൊരിടത്ത് പോകണം, അസറിന് 3:30 ഒരിടത്ത് പോകണം, 5:30 ഇങ്ങനെ ഒരൊന്നുമില്ല അല്ലേ? ഒരു വെള്ളിയാഴ്ച മലയാളത്തിൽ ഹുത്ബ പോകുന്നിടത്ത് പോകണം, ഒരു വെള്ളിയാഴ്ച അറബിയിൽ പോകുന്നിടത്ത് പോകണം, ഒരു വെള്ളിയാഴ്ച ദുആ ഇല്ലാത്തടത്ത് പോകണം. അതാ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. നമ്മുടെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇവിടെ ഹനഫി മദ്ഹബ് അല്ലേ? ഇത്രയും നാൾ എത്ര മണിക്ക് അസർ നിസ്കരിച്ചുകൊണ്ടിരുന്നേ? ഇവരടുത്തൊരാൾ ചോദിച്ചു, ഉസ്താദെ ഇവിടെ എപ്പോഴും എല്ലാ സമയത്തും 5 മണിക്ക് വാങ്ങി വിളിക്കുന്ന നിസ്കരിക്കും, ഇപ്പം 3:30 വിളിക്കുന്നു ഉസ്താദെ, ഓടുക താഴെ. ഇവൻ ഏത് മതപടം ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം ചിരിക്കാൻ പറഞ്ഞില്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം വെള്ളിയാഴ്ച ജുമയ്ക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? പലർക്കും നിങ്ങൾ ചിന്തിക്ക്, കളിയും തമാശയല്ലതൊന്നും. മദ്ഹബ് വെച്ചുകൊണ്ട് കളിക്കുക, ആക്കിബത്ത് മോശം. എടാ, ആലിം, ഒരു മുത്തഅല്ലിം ഇൽമ പഠിച്ച ഒരാളെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും മരണം മോശമായി പോകുന്നല്ലേ? അപ്പം മദ്ഹബുകൾ, ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, 4 മദ്ഹബുകൾ, 4 ഇമാമുമാർ. ഈ 4 മദ്ഹബിലെ ഏതെങ്കിലും ഒരു മദ്ഹബ് അനുസരിച്ചിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? ഇതൊന്നുമില്ലാത്തവൻ എന്തുപ്പാ? ഒന്നുമില്ലാത്തവൻ തമാശ, കളി, അറിവില്ലാത്ത എത്രയോ പേര് ഇതിനകത്ത് പെട്ടുപോന്നു. ചിരിച്ചോണ്ടിരുന്നോ? പറഞ്ഞു കൊടുക്കണ്ട, നാളെ അള്ളാടെ മുന്നിലിരുന്ന് കരയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അറിയില്ല സാധുക്കൾ, യാസറിന് അറിയണേ, ചുമ്മാ അടക്ക. പല കാര്യങ്ങൾ അറിയണില്ല, ചെയ്യുന്നില്ല നമ്മൾ. അള്ളാഹു പുറത്തുരുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്താ ചെയ്യുക പടച്ചവൻ? അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും പുറത്തുരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം പഠിക്കണം എന്താണ് ഇതിൻ്റെ നിയമങ്ങൾ, എന്താ നഖം വെട്ടുന്നതിൻ്റെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ് എന്താണ് അതിന്റെ മര്യാദകൾ. നഖം വെട്ടുന്നതിനെ കുറിച്ച് എല്ലാവരും പടച്ചവനെ, ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം നഖം വളർത്തി നടക്കുന്നവരാണ്. എന്താണ് അതിന്റെ മസലകളെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നഖം നീട്ടി വളർത്താൻ സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല. കൈ
കൈയിലെയും കാലിലെയും നഖമിങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടക്കുന്നവർ പലരും പറയും, ഉസ്താദേ എന്റെ നഖത്തിന്റെ അടിയിൽ അഴുക്കുകളില്ലല്ലോ, ഞാൻ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലും കാലിലും നഖമിങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടത്താൻ പാടുള്ളതല്ല. പ്രവാചകന്മാരുടെ ചര്യകളിൽ അറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ ചര്യകൾ നിങ്ങൾ എടുത്തു നോക്ക്. അവരെങ്ങനെ നഖം നീട്ടി വളർത്തി നടന്നവരല്ല. എന്റെ പ്രിയമുള്ളവരെ, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അൽ ഫിത്രതു ഖംസുൻ ഔ ഖംസും മിനൽ ഫിത്രതി അൽ ഖിതാൻ വൽ ഇസ്തിഹദാദ് വനതുഫുൽ ഇബ്തി വതഖലീമുൽ അൽഫാർ വഖസ്സു ശാരിബി. പ്രവാചകന്മാരുടെ സുന്നത്തുകൾ അവിടുന്ന് എണ്ണി പറയുകയാണ്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 5 കാര്യങ്ങൾ ശുദ്ര പ്രകൃതിയിൽ പെട്ടതാണ്, അത് പ്രവാചകന്മാരുടെ ചര്യകളിൽ പെട്ടതാണ്. 1 ചേലാക്രമം ചെയ്യല്, ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യല്, കച്ചത്തിലെ രോമങ്ങൾ പറിച്ചു മാറ്റല്, നഖം വെട്ടല്, മീശ വെട്ടി ചെറുതാക്കല് എന്നിവ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണെന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 5 കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 സുന്നത്ത് ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക. 2 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യുക. അതുപോലെ തന്നെ കക്ഷത്തിലെ രോമങ്ങൾ, അതുപോലെ നഖം വെട്ടുക, മീശ ചെറുതാക്കുക. ഇതൊക്കെ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റും മിൻ ഫിത്രതി ഖസ്സു ശാരിബി വഇഫാഉൽ ലഹിയതി വസ്സിവാഖ്. മഹാനായ അഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, 10 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തിൽ പെട്ടതാണ്. മീശ വെട്ടുക, താടി വളർത്തുക, പല്ല് തേക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, നഖം വെട്ടുക, എൻ്റെ പ്രിയമുള്ള കക്ഷത്തിലെ രോമങ്ങൾ പറിച്ചു മാറ്റുക, ഗുഹ്യരോഗങ്ങൾ നീക്കം ചെയ്യുക, ശൗചം ചെയ്യുക. ഇന്ന് പറയുന്ന ഈ 10 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ഇതൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് പറയാതിരിക്കലാണ് നല്ലത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഖം വെട്ടൽ സുന്നത്താണ് അല്ലേ? നഖം വെട്ടൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണല്ലോ നഖം വെട്ടുക. ഇത് എപ്പോഴാണ് ഒരു മനുഷ്യന് ആഴ്ചയിലാണോ വെട്ടേണ്ടത്? പരമനുഷ്യന്മാരെ, ആഴ്ചയിലാണോ വെട്ടേണ്ടത് അതോ എങ്ങനാ? ഒന്നും ചെയ്യാൻ നഖം വെട്ടുക. 2ാമത്തെ കാര്യം, നഖം വെട്ടുന്നത് എപ്പോഴൊക്കെയാണ്, അതിൻ്റെ യഥാർത്ഥ സമയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 40 ദിവസം, 40 ദിവസത്തിൽ കൂടുതൽ കടന്നു പോകാൻ പാടില്ല എന്ന്. നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ, കക്ഷത്തിലെ രോമങ്ങൾ, ഇതൊക്കെ ചിലർ വടിക്കാറില്ല, അതിങ്ങനെ വളർത്തി നടക്കും. ഒരു ശ്രദ്ധയുമില്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എൻ്റെ മീശ തന്നെ പലരും വെട്ടാറില്ല. പഠിച്ചോനെ, ചിലരൊക്കെ ഒരു സേമിയല്ലോ ഒരു പായസോ വല്ലോ കുടിച്ചു കഴിഞ്ഞാൽ മീശ മുഴുവനാകാറുണ്ട്. ചായ കുടിച്ചാൽ തന്നെ അല്ലേ ഇങ്ങനെ വളർത്തിയിട്ട് നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ച, അപ്പം ശുദ്ധിയായിട്ട് നടക്കണം. എപ്പോഴും അതാ പറഞ്ഞത്, കുളിച്ചും നനച്ചൊക്കെ നടക്കണം. സുബ്ഹാനല്ലാഹ്, ആരോടാ പറയണത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അടച്ചവനെ, ഭാര്യയും കാണാൻ അടുക്കളയിൽ നിന്ന് കുളിക്കാതെ കയറി വന്ന ചാട്ടവ, അടുക്കളയിൽ നിന്ന് കരിയും തേച്ചോണ്ട് വന്നിരിക്കാവള് എന്ന് പറഞ്ഞ് ഭാര്യ ആ പാവ അടുക്കളയിലെങ്ങാനും നിന്ന് പാത്രമൊക്കെ കഴുകിയിട്ട്, ചോറൊക്കെ വിളമ്പി പാത്രമൊക്കെ കഴുകിയിട്ട് ആ പാവ ഒരു മാക്സി ഇട്ടുകൊണ്ട് ഒരു ഇത്തിരി നനഞ്ഞിരുന്ന ഭർത്താവ് കിടന്നിട്ട് എന്നാ ബഹളമെന്നറിയോ? ഓൻ കക്ഷത്തിലെ രോമം പഠിച്ചിട്ട് കാലം കുറയായി. ഓനാ പറയണേ, ഓനാ പടച്ചവനെ താടിയും മാടിയും മീശയും ഒന്നും വെട്ടത്തുമില്ല. അവനാ കുളിയെക്കുറിച്ച് ചർച്ച ചെയ്യണത്. അല്ലാഹു അലം. പടച്ചവനെ, ചിലതിലൊക്കെ ഇന്നത്തെ ഈ കുട്ടികളൊക്കെ വല്ലാത്തൊരു ഫാഷനാപ്പ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കുട്ടികളുടെ മുടിയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താപ്പാ സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളൊന്നും ഇത് കാണാറില്ലേ? മനുഷ്യൻ്റെ അവസ്ഥകൾ വല. ഇന്നത്തെ ഞാനിങ്ങനെ ഇന്ന് മൊബൈൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു, നാളത്തെ പത്രത്തിൽ കാണാം. 16 വയസ്സുള്ള അനിയൻ 20 വയസ്സുള്ള ജ്യേഷ്ഠനെ
തല്ലിക്കൊന്നും മുറിച്ചിട്ട് വീടിൻ്റെ പറമ്പുകളിൽ കൊണ്ട് കുഴിച്ചിട്ടു. കാലം പോയത് നിങ്ങൾ ചിന്തിക്കണം. മഹാരാഷ്ട്രയിൽ 16 വയസ്സുള്ളവൻ 20 വയസ്സുള്ള ജ്യേഷ്ഠനെ കൊന്നിട്ട് വെട്ടിമുറിച്ച് വീടിൻ്റെ പറമ്പുകളിൽ കൊണ്ടൊക്കെ കുഴിച്ചിട്ടത്തെ. എന്തിനെന്നറിയോ? മൊബൈലിൻ്റെ ലോക്ക് മാറ്റിയിട്ട് മറന്നുപോയി, അറിയില്ല അത്ര തന്നെ. മൊബൈലിൻ്റെ ലോക്ക് പത്രത്തിൻ്റെ വാർത്തയിലുണ്ടായിരുന്നത്. മൊബൈലിൻ്റെ ലോക്ക് എങ്ങാണ്ട് ജ്യേഷ്ഠൻ അനിയൻ്റെ മൊബൈൽ എടുത്തിട്ട് ലോക്കിട്ട് മറന്നുപോയി, അതെന്നറിയണില്ല. ആ വാശി തീർത്തതാ. മക്കളുടെ മൊബൈലൊക്കെ എടുത്ത് ലോക്കിടുമ്പോൾ നോക്കിക്കോ, നമ്മളാരെന്നറിയോ? മൊബൈലിൽ കാണാം ഒരു കുട്ടി ഇങ്ങനെ മൊബൈലുമായിട്ട് നോക്കി നിൽക്കുക. വാപ്പ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ മൊബൈലുമായി കാത്തു നിൽക്കുന്നു. വാപ്പ അത്തഹയ്യാത്തിൽ ഇരുന്നിട്ട് പടച്ചോനെ അത്തഹയ്യാത്തിൽ ഓതിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആ കുഞ്ഞ് ഓടി വന്നിട്ട് ഫിംഗർ പ്രിന്റ് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഓടുക. ആ കുട്ടി ഓടി വന്നിട്ട് വാപ്പ അങ്ങനെ കൈയങ്ങട്ട് നീട്ടിയപ്പോൾ മൊബൈൽ കൊണ്ടുവന്ന് അതീ വെച്ച് ഓണാക്കി ചിരിച്ചുകൊണ്ട് ഓടുന്നു അല്ലേ? ഈ വീഡിയോ പിടിച്ച ആ തള്ള ആരായിരിക്കും? നിങ്ങളൊന്ന് ആലോചിക്കേ. സുബ്ഹാൻ. ഞാനതാ ചിന്തിച്ചേ. ഞാൻ ചിന്തിച്ചത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിൽ അത്തഹിയ്യാത്തിലിരിക്കുന്ന പിതാവിന്റെ കയ്യിൽ, അതും അല്ലാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയ്ക്കർഹൻ അല്ലാഹു ആണെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ അങ്ങോട്ട് നീട്ടുമ്പോ ഓടിക്കൊണ്ട് വന്നിട്ട് പോവാ. ഈ വീഡിയോ പിടിക്കണ ആരാ? ഈ വീഡിയോ വിളിക്കണ ഒരു മഹാനുണ്ടല്ലോ. അതാ ചിന്തിക്കേണ്ടത്. അതാണ് ഈമാൻ. അതാണ് ഈമാൻ. അത് പിടിച്ചിട്ട് യൂട്യൂബിൽ എടുത്തിടണമെങ്കിൽ അത് അതിനേക്കാളും വലിയ ഈമാൻ. ജംറയിൽ ചെന്ന് കല്ലെറിയുമ്പോ ശൈത്താനെയാ കല്ലെറിയുന്നത്. ശൈത്താൻ ചോദിക്കുന്നു, അളിയ നീ എന്നെ എറിയുന്നോടാണ്. ഇതേപോലെ ചോദിക്കണം, ഇതിൽ ആരാ ഏറ്റവും വലിയ ശൈത്താൻ? നിസ്കരിക്കുന്നവനോ മൊബൈലും കൊണ്ടുവന്ന് കാത്തു നിൽക്കുന്ന കുട്ടിയോ, അതോ ഇത് പിടിച്ച് മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മയോ, അതോ ഇത് യൂട്യൂബിലിട്ട ആരാണെങ്കിലും ആരോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പലതിനേക്കാളും ഒന്നിനേക്കാളും മിച്ചമായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 40 ദിവസം കടന്നു പോകരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ 40 ദിവസത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. 40 ദിവസമൊന്നുമല്ല, മാക്സിമമാണ് പറയുന്നത്. എത്ര നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ വൃത്തിയും ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു നല്ല രീതിയിൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. عن أنس بن مالك رضي الله تعالى عنه قال أنس وقت لنا في القص الشارب وتقليم الأظفار ونتف الإبط وحلق العانة ألا نترك أكثر من 40 ليلة. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസേ നീ നിന്റെ മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യുക, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ 40 രാത്രികളിൽ അധികം വിട്ടുകിടക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മീശ വെട്ടുക, നഖം മുറിക്കുക. നമ്മൾ മീശ വടിക്കുക ചെയ്യുന്നത്. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യുക, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കുക, 40 രാത്രികൾ വിട്ടുകിടക്കരുതെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 40 ദിവസം വിട്ടുകിടക്കാൻ പാടില്ല എന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഖം നീട്ടി വളർത്തൽ അനുവദനീയമല്ല. കാരണം നബി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വലിയ തെളിവുകളൊന്നും ചോദിച്ചു പോകണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതവിടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും പ്രവാചകൻ താടി വളർത്താൻ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തല്ലേ? പറ മനുഷ്യ, താടി വളർത്തൽ സുന്നത്താണോ? സുന്നത്താണോ? വെട്ടാതെ വളർത്തിക്കൊണ്ട് നടക്കാൻ പറഞ്ഞോ? താടി വളർത്തൽ സുന്നത്ത എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് നീട്ടി വളർത്താൻ തുടങ്ങിയ ഒന്ന് വെട്ടി വൃത്തിയാക്കണ്ടേപ്പാ, ഒന്ന് ശുദ്ധിയാക്കണമല്ലോ. അതൊക്കെ വേണം. മീശ അത് വെട്ടണം, വളർത്തിക്കൊണ്ട്. ചിലരുടെയൊക്കെ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റിയോ? ആ കാട്ടിയുള്ള ചങ്ങാതി ഉണ്ടായിരുന്നില്ല തമിഴ്നാട്ടില്, വീരപ്പനെ കണ്ടിട്ടില്ലേ? ചിലരുടെ മീശ
ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ പേടിപ്പിക്കാൻ. ഇതൊക്കെ വെട്ടിവെക്കണ സഹോദര, മീശയൊക്കെ വെട്ടുക. അതുപോലെ തന്നെ നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ 40 ദിവസത്തിൽ കൂടുതൽ കൊണ്ടു നടക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പെണ്ണുങ്ങൾ പഠിക്കണം. നമ്മുടെ സഹോദരിമാർ അവരെ കൈയുടെ നഖം മുറിക്കാതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ നഖത്തിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പല മരുന്നുകളൊക്കെ ചേർക്കാറുണ്ട്. ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കൊച്ചുകുട്ടികളൊക്കെ, ചെറിയ മക്കളൊക്കെ എന്താ നഖത്തിലിടുന്നതിന്റെ പേരെന്താ? ഇതൊക്കെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, വേറെന്തോ സാധനങ്ങളാ അല്ലേ, ഇങ്ങനെ ഇളക്കി കളയാൻ പറ്റുന്ന സാധനം. മൈലാഞ്ചിയൊക്കെ ആരാണ്? അതുപോലെ കല്യാണം വരണം മൈലാഞ്ചിയൊക്കെ ഇടുന്നെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നങ്ങനെയുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇവരൊക്കെ ജനാബത്തായി കുളിച്ച ശരിയാവോ? ഉളുവെടുത്ത ശരിയാകോ? ഒന്ന് ആലോചിച്ചു നോക്കിയ. ഒരു കാര്യവും അമലുകളൊന്നും നല്ല രീതിയിൽ ശരിയാകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ചില സ്ത്രീകൾ ഭംഗിക്ക് വേണ്ടി നഖം മുറിക്കാതെ 40 ദിവസത്തിലധികം ഇതിങ്ങനെ തേച്ചുകൊണ്ട് നടക്കുന്നു. മഹാനായ ശൈഖ് ഇബ്നുൽ ഖൗസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത് അനുവദനീയമല്ല. 40 ദിവസം പൂർത്തിയായാൽ നഖം മുറിക്കൽ വാജിബാണെന്ന മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 നഖം വെട്ടുന്നതിന് പ്രത്യേകമായിട്ട് വല്ല ദിവസവും ഉണ്ടോ? ഇന്ന ദിവസം നഖം വെട്ടണമെന്നുണ്ടോ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക, അത്ര തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. നേരത്തെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് തലയിൽ എണ്ണ തേച്ച് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അൽഹംദുലില്ലാഹ് ആ ജുമുഅ ദിവസത്തിനെ ആദരിക്കുക, ആ ജുമുഅ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. അതിന് വലിയ പ്രതിഫലമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മര്യാദകളെ കുറിച്ച്, വെള്ളിയാഴ്ച ദിവസത്തിന്റെ അദബുകളെ കുറിച്ച് പ്രവാചകൻ പടന്ന് പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കുളിക്കണേ, തലയിൽ എണ്ണ തേക്കണം, എന്നിട്ട് നിങ്ങൾ കുളിക്കണം, എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കണം, നിങ്ങൾ സുഗന്ധം തേക്കണം. പടച്ചവനെ, അതിന് വല്ലാത്ത പ്രതിഫലമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ വെറുതെ കാണരുത്, നിങ്ങൾ നിസ്സാരമായി കാണരുത്. പടച്ചവനെ, ചിലരതാ നഖം വെട്ടിക്കഴിഞ്ഞാൽ കടിച്ചു തിന്നുന്നവരുണ്ട്, കടിച്ചു തുപ്പുന്നവരുണ്ട്, ആ നഖം കുടിച്ചിടുന്നവരുണ്ട്, പടച്ചവനെ അല്ലാതെ വലിച്ചെറിയുന്നവരുണ്ട്. അതിനോടുള്ള കാര്യങ്ങൾ പലതും ഞാനും നിങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത് നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ മഹത്വം നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല. എങ്കിലും സുന്നത്ത് വെറുതെയല്ല, സുന്നത്ത് ചെറുതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും, അന്നാരെങ്കിലും എൻ്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചറബ്ബേ, 100 ഷഹീദിന്റെ കൂലിയാണ് പ്രവാചകന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്നതിലൂടെ അതാ നമുക്ക് നേടാൻ കഴിയുന്നതെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിന്റെ പ്രതിഫലമറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമറിയണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ എവിടെ നിന്നാണ് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുന്നത്? അത് സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ, അത് സ്വർഗത്തിന്റെ പരിമളമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ സ്വർഗത്തിന്റെ പരിമളം എവിടെ നിന്നാണ് അടിച്ചു വീശുന്നത്? സ്വർഗത്തിന്റെ പരിമളം എവിടെ നിന്നാണ് അടിച്ചു വീശുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ആ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് നബിയേ ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ. ആരുടെ ഖബറെന്നറിയുമോ? ആരുടെ ഖബറെന്നറിയുമോ? ഒരു പെണ്ണിന്റെ ഖബറാ. പടച്ചവനെ, ആ ഖബറിന്റെ അകത്ത് നിന്ന് ഒരു പെണ്ണിന്റെയും മക്കളുടെയും ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. റബ്ബേ, എന്തേ കാരണമെന്നറിയുമോ? ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശാനുള്ള കാരണമെന്താ? അതാരുടെ ഖബറെന്നറിയുമോ? റബ്ബേ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ ഒരു പെണ്ണിന്റെ ഖബറാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ പ്രവാചകനായി അംഗീകരിച്ചു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിച്ചു. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, പെണ്ണേ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണേ. എന്റെ പ്രിയമുള്ളവരെ, ഫിർഔനിന്റെ പൊന്നാര മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി അതാ അവിടെ ഒരു ചീപ്പെടുത്തപ്പോ മൂസാ നബി പറഞ്ഞു കൊടുത്ത കാര്യം ഓർമ്മ വരികയാണ്. ഒരു പുതിയ ചീപ്പെടുക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവനെ, അവിടുന്ന് ബിസ്മി പറയുകയാണ്. ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്. അവസാനം ഫിർഔൻ അറിയുകയാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത പടച്ചവനെ എന്ത് നന്മ ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് മൂസാ നബി പഠിപ്പിച്ചു കൊടുത്തപ്പോ അത് ചെയ്യാൻ തയ്യാറായി. അവസാനം അവിടെ റബ്ബേ, മാസിത ബീവിയെ തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് വരിക്കുകയാ. അവിടെ തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിച്ചെന്ന് ചരിത്രം പറയുമ്പോ ആ മാസിത ബീവിയുടെ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇത് മാഷിതയുടെ ഖബറാണ് നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹുവേ, പ്രതിഫലമെന്തെന്നറിയുമോ? പ്രതിഫലമെന്തെന്നറിയുമോ? ഒരേ ഒരു പ്രതിഫലം പറഞ്ഞു തരാ ഉസ്താദേ. ലോക്ക്ഡൗൺ ആണല്ലോ, കൊറോണയാണല്ലോ, കച്ചവടമില്ലല്ലോ, പ്രയാസത്തിലാണല്ലോ, ഭക്ഷണത്തിന്റെ കാര്യം വല്ലാത്ത ബുദ്ധിമുട്ടിലാണല്ലോ, മക്കള് പട്ടിണിയായി പോകുമല്ലോ,
പുരോഗമിച്ചിരിക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം കേൾക്കണോ? അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം കേൾക്കണോ? നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ, നീ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്കും കുടുംബത്തിനും ഭക്ഷണം തരികയാ. അല്ലാഹു നിനക്ക് റിസ്ക് തരികയാണ്. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ച റബ്ബ് നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു നിനക്ക് ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് ഭക്ഷണം തരികയാ. അതുമാത്രമല്ല, അല്ലാഹുവേ എന്തൊരു സുഗന്ധമെന്നറിയുമോ, എന്തൊരു സുഗന്ധമെന്നറിയുമോ. ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോ അവരുടെ ശരീരത്ത് പൊതിഞ്ഞിരുന്ന വസ്ത്രങ്ങൾക്ക് പോലും വല്ലാത്ത പരിമളമാ, വല്ലാത്ത ഒരു സുഗന്ധമാണ്. മരിച്ചു കിടന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ എടുത്തു നോക്കുമ്പോ അല്ലാഹുവേ, മഹാന്മാരുടെ മക്കാമുകളിലൊക്കെ കടന്നു പോകുന്നവർക്കറിയാ, പടച്ചവനെ ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും അജ്മീറിലും നാഗൂരിലൊക്കെ പടച്ചവനെ ഒരുപാട് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരുണ്ടല്ലോ. അവരുടെയൊക്കെ മക്കാമിന്റെ മുന്നില്, അവരുടെയൊക്കെ മക്ബറകളുടെ മുകളില് പടച്ചവനെ ഇട്ടിരിക്കുന്ന മുല്ലപ്പൂവിന് പോലും എന്തൊരു സുഗന്ധമാ. അല്ലാഹുവേ, അവിടുത്തെ പട്ടക്ക ബർക്കത്തിന് കൊണ്ടുവരുന്നവരുണ്ട്. എന്തൊരു സുഗന്ധമെന്നറിയോ? അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. മഹാന്മാരുടെയൊക്കെ ഖബറിന്റെ മുകളിൽ ഏർവാടിയിലും അജ്മീറിലൊക്കെ പോകാറുണ്ടല്ലോ. അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു സുഗന്ധമെന്നറിയോ? ഞാൻ കമ്മിറ്റിക്കാരുടെ കൂടെ പോയപ്പോ ഏർവാടിയിലും മുത്തുപ്പേട്ടയിലൊക്കെ പോയപ്പോൾ അല്ലാഹുവേ, മഹാനായ ദാവൂദ് ഹക്കീം വലിയുല്ലാഹി മുത്തുപ്പേട്ട ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മക്കാമിൻ്റെ മുന്നേ ആ ഖബർസാനിൽ വെച്ചിരുന്നൊരു പട്ട് ഞാനിങ്ങനെ 2-3 ദിവസം മുമ്പ് ഇങ്ങനെ എടുക്കുമ്പോഴും എൻ്റെ മോൻ പറഞ്ഞ്, എന്തൊരു മണവാവപ്പ. ഒരുപാട് നാളായി അവിടെ പോയിട്ട്. അല്ലാഹു മഹാന്മാരുടെ കാവൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു സുഗന്ധമെന്നറിയോ? ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത വസ്ത്രങ്ങൾക്ക് പോലും വല്ലാത്ത ഒരു സുഗന്ധം. അതാണ് പ്രായം ചെന്ന എപ്പോഴും ദിക്റുകളും സ്വലാത്തുകളും നോമ്പും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നവരൊക്കെ മരിച്ചിരുന്ന ഒരു കട്ടിലും ആ തുണിയൊക്കെ പോയി കിടക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ്. എന്തിനാ ഔലിയാക്കന്മാരുടെ കഥ പറയണേ? എന്തിനാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ ചരിത്രം പറയുന്നത്? നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, ചിലരുടെയൊക്കെ വീട്ടിൽ നോക്കിയാൽ കാണാം ഒരു ചെറിയ തട്ടുപടി എന്ന് പറയും. അങ്ങനല്ലേ പറയാ? അതിന് അങ്ങനല്ലേ ഇപ്പൊ പറയാ? എന്താ ഇവിടെ പറയാ? നമ്മുടെ പണ്ട് കട്ടിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കട്ടില് പോലെ അല്ലല്ലോ. അതിന് നിങ്ങൾ എന്താ പറയാ? നിങ്ങളെന്താ വെടിയുണ്ടോലെ ഇരിക്ക? പണ്ടതിന് കട്ടിലെന്നല്ല പറയാ. പണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന അതിൻ്റെ മുകളിലിട്ട പിന്നെ സെൻട്രൽ ഗ്യാപ്പ് ഉണ്ടാവും. അതിനെന്താ ഒരു പേര് പറയും? എന്താ? 4 പലകകളടിച്ച തട്ടുപടി എന്നെന്തോ പറയുക. അതിന് പത്തനാപുരംകാരൊക്കെ അങ്ങനെ പറയാ. കാരണം എന്ന് പറഞ്ഞാൽ തലഭാഗത്ത് തലകണയ്ക്ക് പകരം പടച്ചവനെ ഒരു തടിയുണ്ടാകും തലവെക്കാൻ. അതിനെ മുകളിൽ മയ്യത്തിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തറയിൽ പോകും. അങ്ങനത്തെ ഒരു സാധനം. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഡബിൾ കോട്ട് കട്ടില്ല. അല്ലാഹു അഅലം. പടച്ചവനെ, കട്ടിലിനകത്ത് പൈസ വെക്കാനുള്ള അറയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ അതിനകത്ത് പോയി ഒന്ന് കടന്നാൽ മതി. നമ്മുടെ ഉപ്പ കടന്ന സ്ഥലം, നമ്മുടെ ഉമ്മ കടന്ന സ്ഥലം, നാം അവിടെ പോയി ഒന്ന് തലവായൊന്ന് തലവെച്ച് കടന്നാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരാനന്ദം. പൈസ കൊടുത്ത് പുതിയ വീട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, പൈസ വെച്ച് ലക്ഷങ്ങൾ കൊടുത്ത് നല്ല വിലപിടിപ്പുള്ള തടികളും ടൈലുകളും എല്ലാം കൊടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാ നിങ്ങളുടെ പഴയ വീട്ടിൽ കിടക്കണ സന്തോഷമുണ്ടോ? പറ, ഉണ്ടോ? നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ തറവാടുണ്ടല്ലോ, ചെറിയ വീടാണ്. അവിടെ പോയി കിടന്നുറങ്ങിയാൽ കിട്ടുന്നൊരു സന്തോഷം വേറെ എങ്ങും കിട്ടൂല. അതൊരു വല്ലാത്തൊരു സുഖമാണ്.
ചെറുതാണെങ്കിലും ഒന്ന് പോയി കിടക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം. അതാ തറവാട്. അള്ളാഹു നമ്മുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലെടാ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോ, ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടോ, വാപ്പാനെ നീ നോക്ക്, എനിക്ക് മാത്രമാണ് ജോലി, നീയും മോനല്ലേടാ തട്ടല്. പ്രായമുള്ളവർ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. വീട്ടിൽ ബർക്കത്ത് വേണോ, അത്തായം വാപ്പായും ഉമ്മായും കൊണ്ട് ഒരു ദിവസം വീട്ടിൽ നിർത്തും. അങ്ങനെ വേണം, മാറ്റി മാറ്റി നിർത്തണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒന്ന് ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 ചരിത്രം പറയുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ അകത്ത് നിന്ന് സ്വർഗത്തിൻ്റെ പരിമളം. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറുകൾ സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. പരിശുദ്ധമായ മുഹറം മാസമാണ്. പരിശുദ്ധമായ മുഹറം മാസം അല്ലാഹു ആദരിച്ച മാസം, യുദ്ധം ഹറാമാക്കിയ മാസം, പല കാര്യങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞ മാസം. ഈ മാസത്തെ അല്ലാഹു ആദരിച്ചു. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കൽ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസം അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹറം 9, 10 പ്രത്യേകത എന്താ? ഓണസദ്യ തിന്നണം അല്ലേ? അപ്പൊ ഓണസദ്യ ആര് കഴിക്കും? മുഹറം 9, 10 നോമ്പ് പിടിക്കണ്ടേ? ഉണ്ടോ? തെളിവുണ്ടോ? തെളിവല്ല, തെളിവുണ്ട്. ആര് പിടിച്ചിട്ടുണ്ട്? അത്തായ അമ്മായി. അൽഹംദുലില്ലാ, അതാ നല്ല മറുപടി. നമ്മുടെ വാപ്പായുമായും പിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഉസ്താദന്മാരെ പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. മുഹറം 9, 10 ബുധനും വ്യാഴവുമാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് പിടിക്കണം. മുഹറം 9, 10 നോമ്പ് പിടിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആയുസ് തന്നാൽ മുഹറം 10 അന്ന് രാത്രി അൽഹംദുലില്ലാ ഇപ്പം തന്നെ 115 ഖത്തം ഓതി വെച്ചിട്ടുണ്ട് സഹോദരിമാര്. ഒരാഴ്ച കൂടെ അവർ ഖുർആൻ ഖത്തം ഓതും ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച രാവിൽ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടണം. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ അടയാളം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അല്ല സിറാജിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല ഷാജിക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ മുബാസിക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നാസർക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചില അടയാളങ്ങളുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ 10 അടയാളങ്ങൾ ഹദീസ് വിവരിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയും വെള്ളിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഖത്തമുൽ ഖുർആൻ നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടു കൂടി പിരിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇന്നലെ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് 3 മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന, വാടക വീട്ടിൽ കിടക്കുന്ന കൊച്ചുമക്കളുള്ള ഒരു സഹോദരിക്ക് വേണ്ടി, ആ സഹോദരിയുടെ വസിയ്യത്തായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മോചനം കിട്ടാൻ ദുആ ചെയ്തു. ഇന്ന് വൈകുന്നേരം ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു, ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹു മോചനം കൊടുത്തു. ഇന്നലത്തെ മജ്ലിസിന്റെ മാത്രം പ്രത്യേകത, ഇന്നത്തെ മജ്ലിസിലെ ദുആ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്നലത്തെ ഈ മജ്ലിസിൽ 1000 രൂപയാണെന്ന് തോന്നുന്ന ഒരു സഹോദരി തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, വെന്റിലേറ്ററിലാണ്, ദുആ ചെയ്യണം. ഇന്നവർ പറഞ്ഞ വാക്കുകൾ, അവർ പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലായില്ല. ഒരു സഹോദരി വിളിച്ചിട്ട് അൽഹംദുലില്ലാ ഇതൊക്കെയോ പറയുന്നു. ഗൾഫിലെങ്ങാണ്ട് നിന്ന സഹോദരിയാ. ആ സഹോദരി പറഞ്ഞതിന്റെ അർത്ഥം പോലും അവർ സന്തോഷം കാരണം, ഉസ്താദേ, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നലത്തെ മജ്ലിസിലെ പ്രാർത്ഥനയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആള് കുറവാണെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടു കൂടി പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ വഅദ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾക്ക് തിരിച്ചു തരാൻ വലിയ പബ്ലിസിറ്റികളോ ഒന്നുമില്ല. ആകെ തരാൻ കഴിയുന്നത് അല്ലാഹുവിൻ്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷക്കാലം സുജൂദ് ചെയ്ത മണ്ണാണ്. ഒരുപാട് വർഷക്കാലം അല്ലാഹുവിന് സുജൂദ് ചെയ്ത, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ അനുഗ്രഹീതമായ കാലസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണ. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനല്ലാതെ വേറൊന്നും തിരിച്ചു തരാനില്ല.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം هو أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് നിസാർ എന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഇന്നലെ നമ്മൾ ദുആ ചെയ്തതാണ്. ആ കുട്ടികൾക്ക് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, പക്ഷേ ന്യൂമോണിയ ലെൻസിലൊക്കെ ബാധിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഓതിയ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയ ഒരുപാട് സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഹാഫിസ് ആയിഷ വെളിയങ്കോട് മലപ്പുറം, ഖത്തറിൽ നിന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ സദക്ക ചെയ്തിട്ടുണ്ട്. ജോലിയിൽ സ്ഥിരതയും ജോലിയിൽ ബറക്കത്തും കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നൊരു സഹോദരി തൻ്റെ സഹോദരൻ്റെ വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. റഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല പടച്ചവനെ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് റബ്ബേ. നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഇവിടെ നിന്നിറങ്ങിപ്പോകുമ്പോ സർവ പാപങ്ങളും പൊറുത്തവരായ രീതിയിൽ ഞങ്ങളെ നീ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ, ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും നീ മറക്കല്ല റബ്ബേ. ഈ ജമാഅത്തിന്റെ പരിപാടി
പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ സേവനങ്ങൾ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ ഇവിടെ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരങ്ങൾ റബ്ബേ നീ അവരെ കൈവിടല്ലേ തമ്പുരാനെ. അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ പടച്ചവനെ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അവരെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ വഅദ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും പേരും നാടും വീടും ആഗ്രഹവും നിനക്കറിയുമല്ലോ അല്ലാ. ഒരാളെ പോലും നീ ഉപേക്ഷിക്കല്ല അല്ലാ. ഒരാളെ പോലും നീ ആട്ടി ഓടിക്കല്ല അല്ലാ. എല്ലാവരും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കൊണ്ട് കളിയും തമാശകളുമായി കഴിയുമ്പോ റബ്ബേ നിന്റെ ഇൽമ കേട്ടുകൊണ്ട് ഈ മജ്‌ലിസിലെ ദുആ കാത്തിരുന്നവരാണ് റബ്ബേ. അവരെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ഹറാമിൽ ചാടിക്കല്ലേ അല്ലാ. എല്ലാവിധ കാവലും നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് റഹ്മാനെ. സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ. ഈ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയ ഒരാളെയും നീ മറക്കല്ല റബ്ബേ. ഒരാളെയും നീ മറക്കല്ല റബ്ബേ. അല്ലാഹുവേ എൻ്റെ പ്രിയ സുഹൃത്ത് അല്ലാഹുവേ റഫീഖ് എന്ന സഹോദരൻ ഉപ്പ ഖബറിലാണ് റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മനസ്സിലൊരാഗ്രഹവുമായി വന്നതാണ്, ഖൈറാണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ഷഫീഖ് എന്ന കൂട്ടുകാരൻ്റെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ റബ്ബേ. വീടിന്റെ പണികൾ ഉപ്പത്തിലാക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല തമ്പുരാനെ. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ മലപ്പുറത്ത് നിന്നൊരു സഹോദരി അല്ലാഹുവേ മോന് അബുദാബിക്ക് പോകാൻ തടസ്സങ്ങളൊക്കെ മാറാൻ സദക്ക ചെയ്തിരിക്കുന്നു റഹ്മാനെ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റണേ റഹ്മാനെ. ശരീരത്തിലെ രോഗം മാറുവാനും മകളുടെ പരീക്ഷയിൽ വിജയം ലഭിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും സ്വീകരിക്കണേ തമ്പുരാനെ. നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇടപ്പാളുള്ള റഫീഖ് എന്ന സഹോദരൻ ഈ പാവപ്പെട്ടവനെ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് റഹ്മാനെ. ഈ പള്ളിക്ക് വേണ്ടി 10 സ്ക്വയർ ഫീറ്റ് സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. അല്ലാഹുവേ ഉപ്പാന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാവിധ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. സ്ഥാപനങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ അല്ലാ. പടച്ചവനെ ഭക്ഷണം തരുന്നവർ ചായ കൊടുക്കുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ കൈവിടല്ലേ തമ്പുരാനെ. മോശമായ മരണത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ മോശമായ മരണത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ വെട്ടിമുറിക്കല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ മുഹറം മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ
എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. ജോലിയിൽ സ്ഥിരതയും ബറക്കത്തിനും വേണ്ടി വെളിയങ്കോട് നിന്ന് ഹാഫിസ് ആയിഷ റബ്ബേ സ്വീകരിക്കണേ തമ്പുരാനെ. ജോലിയിൽ സ്ഥിരത കൊടുക്കണേ റഹ്മാനെ. കരുണക്കടലായ റബ്ബേ, നിന്റെ മുന്നിൽ നീട്ടിയ ഈ കരങ്ങൾ മരിക്കുവോളം ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഈ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, കോവിഡ് രോഗം ബാധിച്ചു ഭാര്യയും ഭർത്താവും നെഗറ്റീവായി വീട്ടിൽ വന്ന്, പക്ഷേ രണ്ടുപേർക്കും വളരെ പ്രയാസമാണ്. ഈ പള്ളിക്ക് വേണ്ടി ലക്ഷങ്ങൾ സദക്ക ചെയ്ത കുടുംബമാണ് റബ്ബേ. ശിഫ നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, ഈ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ, ഈ ദുആയിക്ക് ആമീൻ പറയുന്നവരുണ്ടോ, അല്ലാ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ കഅബയുടെ മുന്നിലെത്തിക്കണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, കണ്ണൂരിൽ നിന്ന് 9 വയസ്സുള്ള കുട്ടി സംസാരശേഷിയില്ലാതെ പ്രയാസപ്പെടുന്നു റബ്ബേ. ശിഫ നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. ഇതവസാന മജ്ലിസാക്കല്ലേ അല്ലാ, ഇതവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഇതവസാനത്തെ ദുആക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു അടുത്ത ക്ലാസ്സിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാദാ. പടച്ചവനെ, ഈ വഅദ് ലൈവ് ചെയ്യുന്ന ഷാനവാസ് എന്ന സഹോദരന് അവന് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മംഗലാപുരത്തുള്ള പടച്ചവന് 6 വയസ്സുള്ള ഒരു കുട്ടി ഐസിബിലാണ്. ശിഫ നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. കർണാടകയിൽ നിന്നൊരു സഹോദരി തൻ്റെ ഉപ്പയ്ക്ക് കോവിഡാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മുഹറം 9ഉം 10ഉം ഇൻഷാ അല്ലാഹ് 9ഉം 10ഉം ബുധനും വ്യാഴവും ക്ലാസ് നടത്താൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. ഇല്ലെങ്കിൽ 10ഉം 11ഉം ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക, ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.